അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ഡ്രിങ്ക് കേട്ടോ. നല്ല അടിപൊളി അവിൽ മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അവിൽ മിൽക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും നമ്മുടേതായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ള നല്ല പഴുത്ത ചെറുപഴമാണെങ്കിൽ നല്ലത്, കുറച്ച് കടല, അതുപോലെ മെയിനായിട്ട് അവിൽ, കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ, പിന്നെ കുറച്ച് ഐസ്ക്രീം, നിങ്ങൾക്ക് ബദാമോ അങ്ങനെ വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് പഴം തോല് കളഞ്ഞിട്ട് ചെറുതായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. എല്ലാ പഴവും ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു 5 പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ജ്യൂസ് ഗ്ലാസ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതിലോട്ട് കുറച്ച് നിങ്ങളുടെ പാകത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇടിച്ചു കൊടുക്കണം. ഞാൻ എടുത്ത പഴം നന്നായിട്ട് പഴുത്തുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഇടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ വീഡിയോ കാണുന്ന പോലെ നല്ല രീതിയിൽ പഴം ഉടഞ്ഞ് വരണം കേട്ടോ. നല്ല രീതിയിൽ അങ്ങോട്ട് ഉടച്ചെടുക്കുക. നമ്മൾ പഴം നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പഴം ഉടക്കലാണ്. പഴുത്ത പഴം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് വരത്തില്ല. അതിന് ശേഷം ഗ്ലാസ് എടുക്കുക. അതിലോട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ പഴം ഇടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഇട്ട് കൊടുക്കുക. നമ്മൾ 3 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് എല്ലാത്തിലും പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവിൽ മിൽക്കാകുമ്പോൾ അവിലല്ലേ വേണ്ടത്. അവിൽ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. പച്ച അവിൽ നമ്മൾ ഇടിച്ചു കൊണ്ടുവന്ന അവിലിനെ കുറച്ച് വറുത്തെടുക്കണേ. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതിന് ശേഷം അതിൻ്റെ മേലത്തോട്ട് കുറച്ച് കാഷ്യൂ, നമ്മൾ നല്ല അണ്ടിപ്പരിപ്പ് ചുട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കാഷ്യൂ നല്ല ചുട്ടെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണിത്. ഇപ്പോൾ ഒരു 4 പീസ് 3 പീസ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിലോട്ട് നമ്മൾ തന്നെ വീട്ടിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നിലക്കടലയാണ്. നല്ല ടേസ്റ്റിന് എന്തായാലും നിലക്കടല ഇതിൽ ചേർക്കണേ. അപ്പോൾ ആവശ്യത്തിനുള്ള നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പീസ് ബദാം, വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാമും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ. അതിന് ശേഷം അവിൽ മിൽക്കാകുമ്പോൾ മിൽക്ക് വേണമല്ലോ, നല്ല കട്ടി പാല് വേണേ. പാല് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു. അതിനപ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടായിട്ട് ഇടുന്നതിനെക്കാട്ടി നല്ലത് ഈ ഒരു പരുവത്തിലാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ ടേസ്റ്റ് വേറെ ലെവലാണ്. പാലായിട്ട് നല്ല ലൂസായിട്ട് ഒഴിക്കരുത്. അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ചുകൂടെ നമ്മൾ പഴം ഇടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇട്ട് കൊടുക്കുന്നത് ഓരോ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഗ്ലാസ് ചെറുതായത് കൊണ്ടാണ്. അതിൻ്റെ മേലത്തോട് പിന്നെയും കുറച്ചുകൂടെ അവിൽ, ആ ടേസ്റ്റ് ആ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതിന് ശേഷം ടോപ്പിലായിട്ട് വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഏത് ഐസ്ക്രീം ഇട്ടാലും ആ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. വാനിലയാണ് ഏറ്റവും നല്ലത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്ലാസ് നിറച്ച് വാനില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലത്തോട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ലെയർ കൂടെ പരിപാടിയുണ്ട്. ഇത് കണ്ടോ, നല്ല ലെയറായിട്ട് ഗ്ലാസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ജ്യൂസ് ഗ്ലാസ് അല്ല, ശരിക്കും ഇത് ചായ ഗ്ലാസ്സാണ്. ജ്യൂസ് ഗ്ലാസ് ആണെങ്കിലാണ് ഏറ്റവും നന്നായിരിക്കുക. അപ്പോൾ അതിൻ്റെ ടോപ്പിലോട്ട് കുറച്ചുകൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നിലക്കടല, അതുപോലെ കുറച്ച് കാഷ്യൂ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല കളറുണ്ടാവും. നമ്മുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ടില്ല. അപ്പോൾ അതാണ്ടോ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ കുറച്ച് കാഷ്യൂടെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ സംഭവം ടേസ്റ്റി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ ഹെൽത്തി സാധനമാണ്. എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ നല്ല പുറത്തൊക്കെ പോയി ചൂടത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചൂടുകാലമാണ് വരാൻ പോണത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം, വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. സൂപ്പർ സാധനമാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.